മേൽ വെളിപ്പെടേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാമല്ലോ. നല്ലൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകിയല്ലോ. ഈ ആണ്ടിൻ്റെ ആരംഭ ഞായറാഴ്ച, ഇനി ശേഷിക്കുന്ന 51 ഞായറാഴ്ചകളിലും ദൈവത്തിനു വേണ്ടി ആമേൻ ശോഭിപ്പാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാം. സ്വർഗ്ഗം നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ പ്രഭാതത്തിൽ അല്പനിമിഷം ചിന്തിപ്പാൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 19-20 വാക്യങ്ങൾ. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഈ ആണ്ടിൻ്റെ പ്രാരംഭ ഞായറാഴ്ച ദൈവാത്മാവ് നൽകിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ ദൈവാത്മാവ് ശക്തമായി അറിയിക്കുന്നു, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല. ഇതാരാ പറയുന്നത്? പ്രവാചകന്മാരിൽ വലിയ പ്രവാചകനായിരിക്കുന്ന യെശയ്യാപ്രവാചകനാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം തൻ്റെ ജനത്തെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എഴുന്നേറ്റു പ്രകാശിക്കുക എന്ന് പറഞ്ഞ് ജനത്തെ ഒന്ന് തയ്യാറാക്കി ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവാചകൻ ഇങ്ങനെ അവരെ ഒന്ന് പുഷ് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ടുവരികയാണ്. ഈ ജനം പിന്നെയും ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എത്രത്തോളം ദൈവത്തെ ആരാധിക്കാമോ അത്രത്തോളം ആരാധിക്കേണ്ട ജനം ഓരോ ദിവസം കഴിയും തോറും സ്തോത്രം അവർ ഇങ്ങനെ മുൻപിലോട്ട് വരേണ്ടതിന് പകരം അവരെന്ത് ചെയ്യുന്നറിയാമോ? ബാക്കിലോട്ട് പോകുക. സ്തോത്രം. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കാൻ മുഴങ്കാൽ മടക്കേണ്ട ജനം. സ്തോത്രം. ഈ ജനത്തിന് തിമിരം ബാധിച്ചതുപോലെ ഇവർക്ക് മുൻപിലോട്ട് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ വരാനെല്ലാം വല്ലാണ്ട് പേടിച്ച് വല്ലാണ്ട് അവര് ഒതുങ്ങിപ്പോയതുപോലെ. സ്തോത്രം. അത് പ്രവാചകന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. ഇവർക്ക് ദൂത് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അതിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിന് അകത്ത് ശൂന്യവും നാശവും കേൾക്കുകയില്ല. നിന്റെ മതിലുകൾ രക്ഷ എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും നീ പേർ പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ചിലപ്പോൾ നമ്മുടെ അതിരിനകത്ത് പ്രയാസങ്ങളും മരണങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നിന്ദകളും ഒറ്റപ്പെടുത്തലുകളും അപവാദങ്ങളും ഒക്കെ നമ്മൾ നേരിട്ടവരാ. പക്ഷേ പ്രവാചകൻ പറയുകയാണ്, ഇനി നിന്റെ അതിരിനകത്ത് ശൂന്യം ഉണ്ടാകത്തില്ല, നാശം ഉണ്ടാകത്തില്ല, സാഹസം ഇനി ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി നിന്റെ മതിൽ രക്ഷയെന്ന് നീ വിളിക്കും. അടുത്ത് പറയുക, സ്തോത്രം,
നിന്റെ വാതിൽക്ക് നീ എന്ത് ചെയ്യും? സ്തുതി എന്നും പേർ വിളിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഓരോ അവരെ കാൽവയ്പിലും ദൈവശക്തി വെളിപ്പെട്ടതുപോലെ എന്നെ കേൾക്കുന്ന ആമേൻ അഭിഷക്തന്മാരെ, അഭിഷക്തമാരെ, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്ന ദൂത് നിങ്ങൾ വായിച്ചോളൂ. യെശയ്യാപ്രവാചക പുസ്തകം 11-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം. ആമേൻ. അടുത്ത് വായിക്കേണ്ടത് യെശയ്യാവിന്റെ പുസ്തകം 26:1. ഈ 2 അധ്യായം നിങ്ങൾ വായിക്കണം. അതിനകത്ത് ഇനി നീ മതിലിനകത്ത് എന്താ ഉണ്ടാകുന്നത്, എന്താ ഉണ്ടാകാത്തത്, ദൈവം ഏതിനൊക്കെ ശാസിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ആമേൻ വിളിച്ചു പറയുന്നതാണ് 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ. ആമേൻ, സ്തോത്രം. ഈ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെട്ടു, ദൈവത്തിന്റെ വലിയ ആമേൻ പ്രൈസ് ദി ലോർഡ് പ്രവൃത്തി നിറഞ്ഞു നിൽക്കുന്ന വാക്യങ്ങളാണ് അതിനകത്ത് നമ്മൾ കാണുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ 18-ാമത്തെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ആമേൻ, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല. നോക്കിക്കേ, ഇസ്രായേലിന് പകൽ വാഴുവാൻ ആമേൻ സൂര്യനെയും, രാത്രി വാഴുവാൻ ചന്ദ്രനെയും, തീർന്നില്ല, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. തന്റെ ജനത്തെ വിളിച്ചിറക്കിയ ദൈവം അവർക്കൊന്നിനും കുറവില്ലാതെ മാറയെ വരെ കർത്താവ് മധുരമാക്കി കൊടുത്തു. പാറയെ പിളർന്നു, തീങ്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. ആമേൻ, ദിവ്യാദാന്റെ തലകളെ തകർത്തു. മരുഭൂവാസിയായ ജനങ്ങൾക്ക് കാടകളായി, അല്ലെങ്കിൽ അതിനെ പപ്പും പൂടയും വെച്ചുപിടിപ്പിച്ച് പക്ഷികളാക്കി അവർ ആമേൻ പാർക്കുന്ന കൂടാരത്തിന്റെ ആമേൻ വാതുക്കൽ അതാത് മനുഷ്യന്റെ ഹൈറ്റ് അനുസരിച്ച് ആമേൻ ഇത് പറന്നുകൊണ്ടേ നിന്നു. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല, മഞ്ഞിൽ പൊതിഞ്ഞ മന്ന അവരുടെ കൂടാര വാതിൽക്കലിന്റെ ഫ്രണ്ടിൽ, ആ കൂടാര വാതുക്കൽ മന്ന മഞ്ഞിൽ പൊതിഞ്ഞ് ദൈവം കൊടുത്തു. ഇതെല്ലാം കൊടുത്തപ്പോഴും ജനം ദൈവത്തിന് വിരോധമായി മുമ്പിലോട്ട് ആമേൻ സ്തോത്രം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടുവാൻ ആമേൻ ജനത്തിന്റെ മേൽ ദൈവപ്രവൃത്തി അയക്കുക. നോക്കിയ 14-ാം വാക്യം പറഞ്ഞു, നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. കണ്ടോ, ഹല്ലേലൂയ. നിന്നെ നിന്ദിച്ചവരെയൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. ദൈവം കൊടുക്കുന്ന ആലോചനയാണ്. ആമേൻ. 18-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, 19-ാമത്തെ വാക്യം ചിന്തിക്കുമ്പോൾ, സെഖര്യാവിന്റെ പുസ്തകം 14:6-7 വാക്യം നിങ്ങൾ വായിക്കൂ. വെളിപ്പാട് 21:23, 22:5, യെശയ്യാവ് 24:23, 30:26 ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ 20-ാം വാക്യം പറയുന്നു, നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ദൈവപൈതലേ, നിന്നെ ദുഃഖിപ്പിക്കാൻ മുൻപിലോട്ട് വന്ന സകല ജനത്തെയും ദൈവം താളടിയാക്കുമെന്ന ദൈവാത്മാവ് ആലോചന അറിയിക്കുന്നേ. നിന്നെ ദുഃഖിച്ചു കാണുവാൻ, നീ ഒരു ആമേൻ ദുഃഖപുത്രനായി തീരുവാൻ മനുഷ്യൻ ആഗ്രഹിച്ചെങ്കിൽ, ഇവിടെ അങ്ങനെ യഹോവയിൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖകാലം, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഹല്ലേലൂയ. 2026 നിന്റെ ദുഃഖം മാറാൻ പോകുകയാ ദൈവദാസനെ. 2026 ആമേൻ നിന്നെ നിന്ന മാറാൻ പോകുകയാ ദൈവദാസിയെ. 2026 പ്രാരംഭ ഞായറാഴ്ച സ്വർഗം പറയുന്നു, ആമേൻ നിന്റെ തലമേൽ നിത്യാനന്ദം ദൈവം തരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൈവം വിളിച്ചിരിക്കുക. ആമേൻ.
ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആമേൻ, സ്തോത്രം. അവരെയൊക്കെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുക്കപ്പെട്ടവർ, വിടുതൽ പ്രാപിച്ചവർ, വീണ്ടും ജനനം പ്രാപിച്ചവർ, വീണ്ടും കർത്താവിന്റെ മുമ്പിൽ നെടുമ്പാടെ വീഴുന്നവർ അവിടെ നടന്നുകൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കാം. ആമേൻ. ഇവിടെ വായിച്ച വാക്യം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിന്റെ പുസ്തകം 60 ആമേ 19 20 അതാ വായിച്ചത്. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിന്നെ നടത്തുവാൻ ദൈവം ശക്തനാണ്. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും. കർത്താവിന്റെ അഭിഷത്തയെ പ്രാർത്ഥന വിഷയം എന്തോ ആകട്ടെ, ദൈവം നടത്തുവാൻ ശക്തൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം, അത്ഭുതം ചെയ്യണമേ. ദൈവത്തിന്റെ കൃപ കൊണ്ട് മറച്ചോട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തിലേക്ക് ദൈവം നടത്തുമാറാകണം, വലിയ വിശാലത വരുത്തുമാറാകണം. ഈ ആഴ്ച മുതൽ എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും ജനത്തെ നടത്തുവാൻ അങ്ങ് ശക്തനാണല്ലോ. കൃപയിൽ പ്രതിയും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.